വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത വന്ദനങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇത്രത്തോളം ജയത്തോടെ നടത്തിയ എല്ലാ വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ അവരൊരു നാളെ ലജ്ജിച്ചു പോകത്തില്ല, അവരൊരു നാളും കുലുങ്ങി പോകുകയില്ല. യഹോവ അവരെ എല്ലാ വഴികളും അവരെ പരിപാലിക്കും. ഒരാഴ്ച കൂടെ നമുക്കൊന്നിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം ഒരുക്കി തരുന്ന ഈ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതികൂലവും പ്രതിസന്ധികളും വെല്ലുവിളികളും അനർത്ഥങ്ങളും ആമേൻ കടന്നു വന്നിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നമ്മളെ ക്ഷേമമായി പോറ്റി പുലർത്തുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 37 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. അതിൻ്റെ 11 വാക്യം: എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരും സൗമ്യതയുള്ളവരും ഭൂമിയെ കൈവശമാക്കും. ഈ ഭൂമിയിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ഈ ദിവസങ്ങളിലായിരിക്കുന്ന മണ്ഡലത്തിലുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാളെ എന്തെന്ന് നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവർ യഹോവയിൽ പ്രത്യാശ വയ്ക്കുകയും യഹോവയിൽ സൗമ്യത ഉള്ളവരായിരിക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും. ഭൂമിയിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ അവകാശം പ്രാപിപ്പാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനാൽ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തം. നിങ്ങൾ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവിക ആമേൻ ആണയിട്ട് പറഞ്ഞ ദൈവം, അതെ, നമ്മളെ നമുക്കുള്ളതിന്മേലെല്ലാം അവൻ പറഞ്ഞിരിക്കുന്ന അവകാശത്തെ, വാഗ്ദത്തത്തെ സൗമ്യതയോടെ പ്രത്യാശയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. യേശുവിൻ നാമത്തിൽ അതിന്മേൽ ജയം പകരുന്ന ആ ദൈവിക വാഗ്ദത്തം, അതെ, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, പ്രത്യാശയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, അവകാശമാക്കും. ഹല്ലേലൂയ. പ്രഭാതത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സൗമ്യത, യഹോവയിലുള്ള സൗമ്യത, യഹോവയിലുള്ള പ്രത്യാശ ഈ ജനത്തിന്മേൽ വർദ്ധിച്ചു വരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഈ നാളുകൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ, ദൈവശക്തി പ്രാപിപ്പാൻ, ദൈവിക അഭിഷേകം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അത് തൊടേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ അതിൻ്റെ പൂർണ്ണതയെ തുറന്നു തന്ന ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ളതിന്മേലെല്ലാം ഈ ദിവസങ്ങൾ വാഗ്ദത്തങ്ങളോട് എഴുന്നേൽപ്പാൻ, ജീവനോടെ മടങ്ങി വരുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. വാഗ്ദത്തത്തിനായി ഒരുങ്ങുക, പ്രത്യാശയോടെ ബലപ്പെട്ടിരിക്കുക, അവനിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിപ്പീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതിനെയൊക്കെ നിവർത്തീകരിപ്പാൻ വിശ്വസ്തനായ ദൈവമാ. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിന് അവകാശി, നിങ്ങൾ മേൽ പകർന്ന വാഗ്ദത്തം, നിങ്ങൾ മേൽ പകർന്ന ആലോചന, അത് ദൈവം ഈ ദിവസങ്ങൾ നിറവേറ്റും. കാലങ്ങളും സമയങ്ങളും മാറും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ മാറ്റമില്ല, വാഗ്ദത്തത്തിന് മാറ്റമില്ല. അത് നിങ്ങളിൽ നിവർത്തീകരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ അനുഗ്രഹം നിങ്ങൾ നിങ്ങളുടെ തലമുറകളോട് കൂടെ ഇരുന്ന് സഹായിക്കും. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Hallelujah. Jesus. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ
ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 പാവിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. പാവിയാമെന്നെയും നീ എന്നെ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ശത്രുക്കൾ കാണുകയെന്നും വിരുന്നൊരു കീടുന്നോനേ. ശത്രുക്കൾ കാണുകയെന്നും വിരുന്നൊരു കീടുന്നോനേ. നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിയിടണേ. നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിയിടണേ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു
ആരാധിക്കുന്നു യേശുവേ അങ്ങേ ആരാധിക്കുന്നു നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല ഹല്ലേലൂയ 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 Thank you, Lord. അങ്ങ് പരിശുദ്ധൻ, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. നിത്യനായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ പോലെ ഞങ്ങളെ സ്നേഹിച്ചവൻ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ആദരിക്കാതെ വണ്ണം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചത് ക്രൂശിലെ സ്നേഹത്തിനാണ്, ക്രൂശിലെ കൃപയ്ക്കായി, ക്രൂശിൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവ നന്മയ്ക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവ്. നന്ദി പിതാവ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ
പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ ശുദ്ധരക്തം ചീന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ ശുദ്ധരക്തം ചീന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ആടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. ആടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ. പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ. പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനേ. പകരം എന്തോ നൽകും ഞാനിനി ശരവണ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന. മൊഴിയിൽ കേട്ടോരക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ. മൊഴിയിൽ കേട്ടോരക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ. പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തോ നൽകും ഞാനിനി
ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമുക്ക് വേണ്ടി ജീവൻ പകർന്നവൻ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനം നിമിഷം തന്റെ ജീവൻ പോലും, അവസാനത്തുള്ളി രക്തം വരെ, വെള്ളം വരെ ഊറ്റി തന്ന് നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ പുത്രനാക്കി തീർത്ത, ആ പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിച്ച ക്രിസ്തേശുവിനോട് കൂടെ കൂട്ടവകാശികളാക്കി അവൻ നമ്മളെ നമുക്കുള്ളതിനെയും എല്ലാം വാഗ്ദത്തത്തിന് ഓഹരിക്കാരാക്കി തീർത്ത. ആമേൻ. വാഗ്ദത്തത്തിന് ആമേൻ നമ്മൾ ഒരു അവകാശവും ഇല്ലാതിരുന്ന നിമിഷം, നമ്മളിൽ ഒരു നന്മയും ഇല്ലാതിരുന്നപ്പോൾ അവൻ നമ്മളെ ഓമന പേര് ചൊല്ലി വിളിച്ചു. ആ കൃപയ്ക്കുള്ളിൽ നമ്മളെ കൊണ്ടുവന്ന ദൈവമേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പുത്രത്തിന്റെ അവകാശം, വാഗ്ദത്തത്തിന്റെ അവകാശം, ക്രിസ്തേശുവിനോട് കൂടെ സകലത്തിൽ കൂട്ടവകാശികളാക്കി ഞങ്ങളെ തീർത്ത ദൈവകൃപയ്ക്കായി പ്രഭാതത്തിൽ നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ നല്ല ദൈവം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിന് നന്ദിയോട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുക. കർത്താവേ, ഞങ്ങളോട് ചെയ്ത സകല ഉപകാരം, സകല നന്മകൾക്കും, സകല ദയയ്ക്കും, സകല വിശ്വസ്തതകൾക്കുമായി നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കും. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറച്ച ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ആ ദൈവ സാന്നിധ്യം ഞങ്ങളിലും ഞങ്ങൾ മേലുള്ളതിന്മേലെല്ലാം അങ്ങ് പകർന്ന ദൈവിക വാഗ്ദത്തത്തിന്റെ ഒത്തവണ്ണം രണ്ടോ മൂന്നോ പേരെവിടെ ഞങ്ങളുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച പ്രഭാതത്തിനായി സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച തിരുസന്നതിയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചവട്ടമായി നമ്മൾ ദൈവസന്നതിയിൽ യോഗ്യമാവണ്ണം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുവൻ ദൈവസന്നതിയിൽ യോഗ്യമാവണ്ണം നടക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, അവൻ ദൈവസന്നതിയിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവൻ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും തിരുവചനത്തിൻ്റെ ആഴത്തിൽ അവനെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവൻ ഇടവിടാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉരുവാക്കിക്കൊണ്ട് അവൻ്റെ അതിരത്തിൽ കൂടെ അത് വെളിപ്പെടുത്തി പറഞ്ഞ് അത് പ്രാപിക്കുവാൻ, അത് പ്രാർത്ഥിച്ച് എടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവകൃപ ദൈവം അവന്മേൽ പകരുന്ന ദൈവം. ഹല്ലേലൂയ. 4-ാമത്തെ ഭാഗം, അവൻ പരിശുദ്ധാത്മാവിൽ ആ വാഗ്ദത്തത്തിനായി അവനെ വചനത്താൽ അവനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. അത്യന്ത ശക്തി അവൻ്റെ മൺകൂടാരങ്ങളിൽ പകർന്ന് ദൈവം അവനെ അവകാശത്തിനായി ഒരുക്കുന്ന ഒരു ദൈവം. എന്തിനാ? 5-ാമത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു, അവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതിനെ അവനിൽ വെളിപ്പെടുത്തേണ്ടതിന്
ദൈവസന്നതിൽ യോഗ്യമാവണ്ണം നടക്കുന്ന ഒരുവനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചവട്ടം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ. ദൈവസന്നതയിൽ മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിലുള്ള വാഗ്ദത്തം ആമേൻ പ്രാപിപ്പാൻ ദൈവം നമ്മളെ യോഗ്യനാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം ഗോലിയാത്തിന് മുമ്പിൽ ഒരു യുദ്ധത്തിനായി കൊണ്ടുവന്ന് ഒരുക്കി. ആമേൻ. അവന്മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നു. പക്ഷേ ആദ്യം കവഞ്ചയിൽ ആമേൻ കല്ലും ആമേൻ മിനുസമുള്ള കല്ല് ആമേൻ എറിഞ്ഞ് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. പക്ഷെ പിന്നത്തെ യുദ്ധങ്ങളൊക്കെ അവൻ ആയുധം ഉപയോഗിക്കുന്ന യുദ്ധങ്ങളായിരുന്നു. അപ്പോൾ ദൈവം നമുക്കൊരു ജയം തരും, പക്ഷെ എപ്പോഴും ഒരേ രീതിയിലല്ല യഹോവ നമുക്ക് ജയം തരുന്നത്. ദൈവം നമ്മൾക്ക് ഒരു യുദ്ധത്തിൽ ജയം തന്നാൽ അതിനേക്കാൾ മഹത്വമേറിയ, അതിനേക്കാൾ അഭിഷേകത്തിലും ശക്തിയിലും കൃപയിലും നിർത്തിക്കൊണ്ട് ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവസന്നതിയിൽ യോഗ്യമാവണ്ണം നടക്കുന്നതിനെ ദൈവം നമ്മളെ ഒരു വാഗ്ദത്തത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളിൽ പകരുന്ന ഒരു വാഗ്ദത്തം, ദാവീദിനെ ദൈവം ഒരു വാഗ്ദത്തം കൊണ്ട് നിറച്ചു. ആമേൻ ഗോലിയാത്തിന് മുമ്പിൽ ദാവീദിന് ദൈവം ഒരു ജയം കൊടുത്തു. ആമേൻ. അതിനെ തുടർന്ന് നമ്മൾ ദാവീദിന്റെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ ദാവീദിനൊരു പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആമേൻ. ക്രിസ്തുവിൽ ഉള്ള ഒരു സ്വഭാവം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന 3 ആഴ്ചവട്ടം ക്രിസ്തുവിൽ ആമേൻ നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ദിവ്യ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തേണ്ടതിനെ കുറിച്ച് വചനത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധിപ്പാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. തിരുവചനത്തിനായി നമ്മുടെ കണ്ണുകളെ ആമേൻ നമ്മൾ ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്നതിനെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുസന്നതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തി ശക്തീകരിച്ച് കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മേൽ പരിവർത്തിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദി, യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവിക സ്വഭാവം, ക്രിസ്തുവിൽ ഉള്ള സ്വഭാവം, ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം ഉള്ള സ്വഭാവമുള്ള മനുഷ്യൻ, എ ക്യാരക്ടർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദൈവം നമ്മളെ യോഗ്യമാവണ്ണം നടക്കുവാൻ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു സത്യം തിരിച്ചറിയും. നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ദൈവം കാലാകാലങ്ങളിൽ അതിനെ വെളിപ്പെടുത്തി അതിൻ്റെ പണി പൂർത്തീകരിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ഇച്ഛിക്കുന്നൊരു ദൈവമാണ്. നമുക്ക് ഒരു മാനുഷികമായ ഒരു സ്വഭാവം നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പകരുന്നവരാക്കി തീർപ്പാൻ, അങ്ങനെ ഒരുവനെ ക്രിസ്തുവിൽ യോഗ്യമാവണ്ണം നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം. ലോകത്തിൽ പലരും പറയും നമ്മൾ യോഗ്യമാവണ്ണം നടക്കേണ്ട രീതി ഈ വണ്ണം ആണെന്ന്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചവട്ടം കേട്ടു, ഹല്ലേലൂയ, 5 സ്വഭാവങ്ങൾ, 5 വ്യത്യസ്തമായ അനുഭവങ്ങൾ ആമേൻ യോഗ്യമാവണ്ണം നടക്കുന്നവന്റെ ഉള്ളിൽ ദൈവം പകരുന്നത്. അതിനെ തുടർന്ന് ഈ 3 ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഹല്ലേലൂയ, ക്രിസ്തുവിൽ ഉള്ള ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരുവൻ. അപ്പോൾ യോഗ്യമാവണ്ണം നടക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ ലോകരെ പോലല്ല യോഗ്യമാവണ്ണം നടത്തുന്നത്. ക്രിസ്തുവിൽ എന്ന പോലെ നമ്മളെ ദൈവം യോഗ്യമാവണ്ണം നടക്കുമാറാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെന്തോ പ്രത്യേകതയുള്ളത്? സ്തോത്രം. കാലത്തിന്റെ വ്യവസ്ഥകളും സ്ഥിതികളും അവസ്ഥകളും മാറും. പക്ഷേ ദൈവമോ അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. കർത്താവിൻ്റെ സ്വഭാവത്തിന്, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസിന്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആഗമാനമായ ആളത്വത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ല. സോ there is no change in God. If that is the case, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, ദൈവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ദൈവം സൃഷ്ടിച്ച സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളിൽ ഓരോരുത്തരിലും ദൈവം ദൈവികമായ ഒരു സ്വഭാവം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവമാണ്.
അതിനെ ദൈവം ഈ ദിവസങ്ങൾ പണിതെടുക്കുന്ന ദൈവം. സോ ഇറ്റ് cannot ചേഞ്ച്. ഹല്ലേലൂയ. കാലത്തിനനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവം മാറുവാൻ ദൈവം മനുഷ്യനല്ല, ദൈവമത്രേ. അങ്ങനാണെങ്കിൽ നമ്മൾ കൂടെ ദൈവം ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പോലെ, നിങ്ങളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി ക്രിസ്തുവിന്റെ വരവോളം അതിനെ തികയ്ക്കുന്ന ദൈവമാണ്. എന്താണ് തികയ്ക്കുന്നത്? നിങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ, അവന്റെ സൗരഭ്യവാസന പകരുന്നവരാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ഇച്ഛിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി ആര് എന്ത് പ്രവർത്തിച്ചാലും അവൻ ആത്മീകമായി മരിച്ചവനായിരിക്കുന്നു, അവൻ ജീവനുള്ളതല്ല. സ്തോത്രം. ക്രിസ്തുവിൽ യോഗ്യമാവണ്ണം നടക്കുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവം ഒരുവനിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, അതിന് വിപരീതമായി ഏത് വ്യക്തി, ഏത് മനുഷ്യൻ അതിന് വിപരീതമായി ഒരു തീരുമാനമെടുക്കുകയോ ഒരു സ്വഭാവം വെളിപ്പെടുത്തുകയോ ചെയ്താൽ അവൻ ആത്മീകമായി മരിച്ചവനായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, പേഴ്സൺ ആൻഡ് ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാരക്ടർ, ഹല്ലേലൂയ, അവർക്ക് ചിലപ്പം പോപ്പുലാരിറ്റി കാണണമെന്നില്ല. സ്തോത്രം. ലോകരുടെ നിയമത്തിൽ, ലോകത്തിന്റെ പുസ്തകത്തിൽ അവർക്ക് പോപ്പുലാരിറ്റി കാണണമെന്നില്ല. പക്ഷെ കാലങ്ങളും സമയങ്ങളും കഴിയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിനും അവർ ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ച വിലയ്ക്കും അവർക്ക്, ഹല്ലേലൂയ, ദൈവം കൽപ്പിക്കുന്ന മാന്യത വലുതാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, ദൈവസന്നിധിയിൽ യോഗ്യമാവണ്ണം നടക്കുന്നവൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്വഭാവമുള്ളവനായി തീരുമ്പോൾ, ഹല്ലേലൂയ, അവൻ ചെയ്യുന്നതിൻ്റെ എല്ലാം, അവൻ വിതയ്ക്കുന്നതിന് എല്ലാം അവൻ കൊയ്യുന്ന ഒരു കാലം ഉണ്ട്. ഹല്ലേലൂയ. അത് കാലങ്ങളും സമയങ്ങളും അതിനെ വെളിപ്പെടുത്തും. അതിൻ്റെ പൂർണ്ണതയെ ദൈവം വെളിപ്പെടുത്തും. മനുഷ്യനല്ല കണക്കിടേണ്ടത്, ദൈവം അവന് വേണ്ടി കണക്കിട്ടിരിക്കുന്നു. ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ പ്രവർത്തിക്കായി, ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഒരുവൻ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ അവൻ, ഹല്ലേലൂയ, സകലത്തെയും ജയിച്ചവനായി, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി അവൻ ജയം പ്രാപിച്ചവനായി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ പ്രവർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ലോകത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല ഒരുവന്റെ ക്രിസ്തുവിലുള്ള സ്വഭാവം. ഹല്ലേലൂയ. എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്തതാണ് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളത്. ജീസസ്. നമ്മുടെ ബന്ധുക്കാർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല ക്രിസ്തുവിൽ ഉള്ള സന്തോഷം. കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗ്യമാവണ്ണം നടക്കുന്നവൻ, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ ആരുടെ ഹിതത്തിനൊത്തവണ്ണം നടക്കും? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനായി നടക്കും. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം എവിടെ ഇരിക്കുന്നു? തിരുവചനത്തിൽ പിതാവിന്റെ ഇഷ്ടം മറഞ്ഞിരിക്കുന്നു. ആരന്വേഷിക്കും അവരതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ പദ്ധതികളെ എനിക്ക് ചിലതൊക്കെ ഒരുക്കാം. പക്ഷേ ഞാൻ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് ഒരുവൻ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ ഏത് പൊട്ടക്കിണറ്റിൽ പോയി വീണാലും, ഏത് കാരാഗ്രഹത്തിൽ പോയി വീണാലും, ഏത് സിംഹക്കുഴിയിൽ ചെന്ന് അകപ്പെട്ടാലും, ആര് നിന്നെ ബന്ധിച്ചു കൊണ്ടുപോയാലും, അതിൻ്റെ നടുവിൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനുണ്ടോ, അവനെ ദൈവം ബലത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. എന്തുകൊണ്ടാ? അവൻ ദൈവത്തിനു വേണ്ടി വില കൊടുക്കുന്നവനാണ്. ജീസസ്. ആമേൻ. രാഷ്ട്രീയക്കാർക്ക് പോപ്പുലാരിറ്റി ഉണ്ട്. എന്താ? അവർക്ക് ആ കാലഘട്ടത്തിൽ ആ ജനത്തിന് വേണ്ടിയതിനെ അവർ പ്രസന്റ് ചെയ്യും. വളരെ ബ്യൂട്ടിഫുള്ളായി, വളരെ മനോഹരമായി, അവരെ രോമാഞ്ചം കൊള്ളിക്കത്തക്കവണ്ണം ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കൊടുത്ത് ജനത്തെ കയ്യിലാക്കുന്ന അനേക പൊളിറ്റീഷ്യൻസ്, അനേക വ്യക്തികൾ, അനേക
തിങ്കേഴ്സ് ഈ ലോകത്തുണ്ട്. പക്ഷെ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസ്, കർത്താവ് ഇട്ട അടിസ്ഥാനങ്ങൾക്ക് ഇന്നലെ ഇന്നും എന്നും അനന്യനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവത്തിന് ആ സത്യം മാത്രമേ പ്രസംഗിക്കുവാനും സത്യം മാത്രമേ ഉപദേശിക്കുവാനും കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാ? അത് പിതാവിൻ്റെ ഇഷ്ടമത്രേ എന്ന് കർത്താവ് നമ്മളിൽ വെളിപ്പെടുത്തുന്ന ദൈവം. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി, ക്രിസ്തുവിലുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്കെല്ലാവർക്കും വേണം. ക്രിസ്തു പഠിപ്പിച്ചതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം അത് വെളിപ്പെടുത്താതെ ഇരിക്കത്തില്ല. ജീസസ് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് മത്തായി സുവിശേഷം 7:16 അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. സ്തോത്രം. അതിന്റെ 17-ാം വാക്യം, നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കും, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും. സ്തോത്രം. ഫലം കായ്ക്കണമെങ്കിൽ ഓരോ വൃക്ഷത്തിനും അതിൻ്റെതായ സമയപരിധികളുണ്ട്. ഹല്ലേലൂയ. എല്ലാം ഒരുപോലെ ഫലം കായ്ക്കുന്ന സ്വഭാവമുള്ള വൃക്ഷങ്ങളല്ല ഈ ഭൂമിയിലുള്ളത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിനുള്ളിൽ ഒരുവനായിത്തീരുമ്പോൾ, ദൈവത്തിന് യോഗ്യമാവണ്ണം ഒരുവൻ നടന്ന് അവനിൽ ഫലം കായ്ക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവം തക്ക സമയത്ത് നമുക്ക് ഫലം കായ്പാൻ ഇടയാക്കുന്ന ദൈവം. നമ്മൾ കഴിഞ്ഞ നാളുകൾ കേട്ടു, അവൻ വാർദ്ധക്യത്തിലും നമ്മളുടെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അതിനൊരു കലണ്ടർ പീരീഡ് ഇല്ല, അതിനൊരു സീസൺ ഇല്ല. തിരുവചനം പറയുന്നു, അവൻ എല്ലാ കാലത്തും അവൻ ഫലം കായ്ക്കും. അപ്പോൾ ഏത് ഫലം കായ്ക്കും? നല്ല ഫലം കായ്ക്കും. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നമുക്ക് എങ്ങനെയും ഫലം കായ്ച്ചാൽ മതി, എങ്ങനെയും നന്മ പ്രാപിച്ചാൽ മതി, എങ്ങനെയും വിടുതൽ പ്രാപിച്ചാൽ മതി, എങ്ങനെയും വാഗ്ദത്തം പ്രാപിക്കണം, എങ്ങനെയും എവിടെയും എത്തണം, എങ്ങനെയും അനുഗ്രഹിക്കപ്പെടണം, എങ്ങനെയും ഉയർച്ച പ്രാപിക്കണം, എങ്ങനെയും ഹല്ലേലൂയ ദൈവകൃപ പ്രാപിക്കണമെന്ന് ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് എവിടെ പോയാലും ആരുടെ മുമ്പിൽ തലകുനിച്ചാലും ഹല്ലേലൂയ നമുക്ക് എന്താ പ്രാപിക്കണം? എനിക്ക് ഉയർച്ച പ്രാപിക്കണം. പക്ഷെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവൻ അവൻ തക്ക സമയത്തെ ഫലം കായ്ക്കത്തുള്ളൂ. ആകാത്ത സമയത്ത് അവൻ ഫലം കായ്ക്കത്തില്ല. ആകാത്ത സന്ദർഭത്തിൽ അവൻ ഫലം കായ്ക്കത്തില്ല. തക്ക സമയത്തെ ഫലം കായ്ക്കത്തുള്ളൂ. ദൈവിക സ്വഭാവമുള്ളവൻ, ദ ക്യാരക്ടർ ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഹല്ലേലൂയ, അവൻ നല്ല വൃക്ഷം. ആകാത്ത ഫലം കായ്ക്കത്തില്ല, അവൻ നല്ല ഫലം കായ്ക്കും. അവൻ ആകാത്ത സമയത്തും ഫലം കായ്ക്കത്തില്ല, തക്ക സമയത്തെ ഫലം കായ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും അവൻ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. 20-ാം വാക്യം, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ ദൈവിക സ്വഭാവം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ക്യാരക്ടർ ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിലുള്ള ദിവ്യ സ്വഭാവം, ആ താഴ്മ, ആ വിനയം, ആ ദൈവകൃപ, കർത്താവിലുള്ള ആ ദൈവകൃപ നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ നടുവിൽ വീഴുന്ന, തകർന്ന് തളർന്നു പോകുന്നവരനേകർ. പക്ഷെ കർത്താവിൽ ദിവ്യ സ്വഭാവമുള്ളവൻ, ദൈവസന്നിധിയിൽ യോഗ്യമാവണ്ണം നടക്കുന്നവൻ, അവൻ എല്ലാ കാലത്തും ഫലം കായ്ക്കും. അവൻ തക്ക സമയത്ത് ഫലം കായ്ക്കും. അവൻ ആകാത്ത ഫലം കായ്ക്കത്തില്ല, നല്ല ഫലം മാത്രമേ കായ്ക്കത്തുള്ളൂ. സ്തോത്രം. അവൻ യഹോവയെ കാത്തിരിക്കുന്നവൻ, ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നവൻ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവൻ. യഹോവ എനിക്ക് തക്ക സമയത്ത് ഞാൻ ഫലം കായ്പാൻ എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. സ്തോത്രം. സോ സ്വഭാവമാണ് ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ആ സ്വഭാവം ആ മനുഷ്യനിൽ നിന്ന് എന്തോ കായ്പിക്കും? ഫലം കായ്പിക്കുവാൻ അവനിടയാക്കും. ദൈവം അവനിൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്.
പക്ഷെ അഭിഷേകത്തിനകത്തുനിന്ന് വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് ദിവ്യ സ്വഭാവം. സ്തോത്രം. ആ ദിവ്യ സ്വഭാവം, the divine character in Christ Jesus, ആ ദിവ്യ സ്വഭാവം നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നില്ലെങ്കിൽ, സ്തോത്രം, നമ്മൾ ഫലം കായ്ക്കുകയില്ല. നമ്മൾ ആകാത്ത ഫലം കായ്ക്കുന്നവരായി. ആമേൻ. നമ്മുടെ ഉള്ളിൽ കയ്പും വിദ്വേഷവും പകയും, ആമേൻ, നമ്മുടെ ഉള്ളിൽ വൈരാഗ്യവും വാശിയും, ആമേൻ, നമ്മുടെ ഉള്ളിൽ, ആമേൻ, ഷണ്ടയും എല്ലാം ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് പകർന്നു കൊടുക്കണം. ദൈവമേ, ആകാത്ത ഫലം എന്നിൽ നിന്ന് കായ്ക്കരുത്. എന്നിൽ നിന്ന് നല്ല ഫലമേ കായ്ക്കാവൂ. അതേ, പലരും നമ്മളെ കുത്തിയതാ, പലരും നമ്മളെ ഉപദ്രവിച്ചവരാ, പലരും നമ്മളെ ഒറ്റപ്പെടുത്തിയതാ, പലരും നമ്മളെ തള്ളിപ്പറഞ്ഞവരാ, പലരും നമ്മളെ നിന്ദിച്ചതാ, പലരും നമ്മളെ പരിഹസിച്ചവരാ. പക്ഷെ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ, നമ്മൾ യോഗ്യമാവണ്ണം നടക്കുവാൻ മറക്കരുത്. യോഗ്യമാവണ്ണം നടക്കുന്നവന്റെ അകത്തേക്ക് ദൈവം പകർന്നിരിക്കുന്ന ഒരു ദിവ്യ സ്വഭാവമുണ്ട്, ദ ഡിവൈൻ ക്യാരക്ടർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതിനെ ത്യജിക്കുവാൻ, അതിനെ തള്ളിപ്പറയാൻ വേണ്ടി ശത്രു കൊണ്ടിരുന്ന എല്ലാ തന്ത്രങ്ങളെയും ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽപ്പീൻ. അത് നിങ്ങളെ വിട്ടോടിപ്പോകും. ജീസസ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ദിവ്യ സ്വഭാവമുള്ളവനായി നമ്മൾ തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു പ്രാർത്ഥന മനുഷ്യനായി, നമ്മൾ ഒരു വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവനായി, ഹല്ലേലൂയ, വചനത്തിന്റെ പരിജ്ഞാനത്തിൽ ആഴത്തിലുള്ളവനായി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യവഹാരം ചെയ്യുന്നവനായി, ഹല്ലേലൂയ, ദൈവിക ജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുവാനെന്ന്, ഹല്ലേലൂയ, അനേകർ നമ്മൾ വിശ്വസ്തരെ നിന്നേണ്ടതിന്. സ്തോത്രം. ദിവ്യ സ്വഭാവം ഇല്ലാത്തവന് he cannot be trusted. ദിവ്യ സ്വഭാവം ഒരുവനിൽ ഇല്ലെങ്കിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. he cannot be trusted, depended upon. അവൻ വീഴുമ്പോൾ അവൻ പലരെയും തള്ളിയിടും. അവൻ തകർന്നു പോകുമ്പോൾ അവൻ പലരുമേൽ ഹല്ലേലൂയ കുറ്റം ചുമത്തും. എന്തുകൊണ്ടാ? അവന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്ന, ആമേൻ, ആകാത്ത ഫലങ്ങൾ. പക്ഷേ എ ലീഡർ ടേക്സ് ഹോൾഡ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി ഫെയിലിയേഴ്സ്. അനേക നേതാക്കന്മാർ, ലോകം അറിയപ്പെടുന്ന നേതാക്കന്മാർ, ദൈവം ഉപയോഗിച്ച നേതാക്കന്മാർ, അവരവരുടെ തോൽവികളുടെ നടുവിൽ ആരെയും കുറ്റം ചുമത്തിയില്ല. അവർ തന്നെ ആ തോൽവിയുടെ ദൗത്യം ഏറ്റെടുത്തു. അവരാ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നമ്മൾ മനസ്സിലാക്കണം, എ മാൻ ഓഫ് പ്രിൻസിപ്പിൾ, എ മാൻ ഓഫ് ക്യാരക്ടർ, ഹല്ലേലൂയ, അവൻ പ്രതിസന്ധിയുടെ നടുവിലും അവന്റെ ദിവ്യ സ്വഭാവം അവൻ തള്ളി പറയത്തില്ല. ആ ദിവ്യ സ്വഭാവത്തിൽ അവൻ നിലനിൽക്കും. എന്തുകൊണ്ടാ? അവനറിയാം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഉത്തരവാദി. ക്രിസ്തുവിലുള്ള വാഗ്ദത്തത്തിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരാ. നമ്മൾ ആ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ കൂറുള്ളവരായിരിക്കണം. ദൈവവചനത്തോട് കൂറുള്ളവരായി. ബി ലോയൽ ടു ഗോഡ് ആൻഡ് ഹിസ് വേർഡ്. യോഗ്യമാവണ്ണം നടക്കുമ്പോൾ നമ്മളിലുള്ള ദിവ്യ സ്വഭാവത്തിന്റെ പരമപ്രധാനമായ വിഷയം ദൈവസന്നിധിയിൽ കൂറുള്ളവരായിരിക്കണം. ബി ലോയൽ ടു ഹിം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ, ആമേൻ, മൂല്യമുള്ളവനായിരിക്കും. ബി കമ്മിറ്റഡ് ടു ദ വാല്യൂസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ, ദൈവമേ, എന്നെ വിളിച്ചിരിക്കുന്നതിന്, ഞാൻ ദൈവസന്നിധിയിൽ അഭ്യസിച്ചിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിനും പരിജ്ഞാനത്തിനും, ഹല്ലേലൂയ, ഞാൻ കൂറുള്ളവനായിരിക്കണം. ഹല്ലേലൂയ, ആ മൂല്യത്തിന് വിലയുള്ളവനായിരിക്കണം. ബി കമ്മിറ്റഡ് ടു ഇറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രതികൂലം വരുമ്പോൾ പതറുന്ന ഒരു സ്വഭാവമല്ല, പതറുന്ന ഒരു തീരുമാനമല്ല. ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്ന തീരുമാനം. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവിക സ്വഭാവം, ദൈവിക കൃപ നമ്മളിൽ ജ്വലിച്ചു വരേണ്ടതിന്, സ്തോത്രം, നമ്മൾ, ഹല്ലേലൂയ, എല്ലാ കാലവും ദൈവസന്നിധിയിൽ
ഡിസിപ്ലിൻഡ് ലൈഫ് ഉള്ളവനായിരിക്കണം. സ്തോത്രം. ദിവ്യ സ്വഭാവമുള്ളവന് ഒരു ഡിസിപ്ലിൻ ലൈഫ് വേണം. ഈ കാലഘട്ടങ്ങളിൽ അനേകർക്ക് ബുദ്ധിമുട്ടായ ഒരു വിഷയമാണ്. ബിക്കോസ് എവരിബഡി ഈസ് ബിസി. പക്ഷെ ദിവ്യ സ്വഭാവമുള്ളവൻ ദൈവസന്നിധിയിൽ യോഗമണ്ണം നടക്കണമെങ്കിൽ he should have a disciplined life. നിന്റെ ആയുസ് ദീർഘായുസ് വരണമെങ്കിൽ, നീ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നിനക്കൊരു ഡിസിപ്ലിൻ ലൈഫ് വേണം. നീ എന്ത് ഭക്ഷിക്കണം, ഏത് സമയത്ത് ഭക്ഷിക്കണം, നീ എപ്പോൾ കിടക്കണം, എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എപ്പോൾ ഉപവസിക്കണം, അല്ലെങ്കിൽ നീ എപ്പോൾ ജോലിക്ക് പോകണം, മടങ്ങി വരണം, നീ എപ്പോൾ വ്യായാമം ചെയ്യണം. ഇതിനെല്ലാം നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫ് വേണം. ഇല്ലെങ്കിൽ ദിവ്യ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുകയില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഒക്കെ നമ്മൾ പറയുന്നു. അവര് കാണേണ്ടത് നമ്മളുടെ ദിവ്യ സ്വഭാവമാണ്. ഡിസിപ്ലിൻ ലൈഫ്, സെൽഫ് ഡിസിപ്ലിൻ ലൈഫ്. അതുകൊണ്ട് ദൈവിക സ്വഭാവം ഒരുവനിലുണ്ടെങ്കിൽ അവൻ അവനെ തന്നെ ക്രമീകരിക്കുന്ന, ഹി ഈസ് എ പ്ലാനർ. കർത്താവിന് എല്ലാത്തിനും എന്തുണ്ട്? ഒരു പ്ലാൻ ഉണ്ട്. കർത്താവ് ഏത് പ്രവചനം പറഞ്ഞെങ്കിലും ആ പ്രവചനത്തിലെല്ലാം എന്തുണ്ടായിരുന്നു? ഒരു മാസ്റ്റർ പ്ലാനർ ഉണ്ട്. അവർ ഹെവൻലി ഫാദർ ഈസ് എ മാസ്റ്റർ പ്ലാനർ. അപ്പോൾ ദിവ്യ സ്വഭാവം ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കുകയും ആ ദിവ്യ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ we also need to be a planner. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്കും ഒരു പ്ലാൻ വേണം. പക്ഷെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്ലാൻ. വീട് പണിയുന്നവൻ കണക്ക് നോക്കാതെ പണിതാൽ അല്ലെങ്കിൽ അവന്റെ പണി പകുതിക്ക് വെച്ച് തരും. എന്തുകൊണ്ടാ? അവൻ പണിയുന്നതിന് മുന്നേ ഈ പണി അവനെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് അവൻ വിലയിരുത്തി നോക്കുന്നില്ല. കർത്താവിന്റെ തിരുവചനത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഓരോ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് എ മാസ്റ്റർ പ്ലാനർ. നമ്മളുടെ ഭാവിയെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു പ്ലാൻ വേണം, ഒരു പദ്ധതി വേണം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. We cannot live an absurd life. തോന്നുന്ന പോലെ, വരുന്നത് പോലെ നടക്കട്ടെ, പോകുന്നത് പോലെ പോകട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതല്ല ഒരു യോഗ്യമാവണ്ണം നടക്കുന്നവന്റെ സ്വഭാവം. ദിവ്യ സ്വഭാവമുള്ളവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ he is a planner. ജീസസ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? കൂറുള്ളവനായിരിക്കണം. 1. 2, ദൈവത്തോടുള്ള ബന്ധത്തിൽ മൂല്യത മുറുകെ പിടിക്കുന്നവനായിരിക്കണം. 3, ഹല്ലേലൂയ പതറുന്നവനല്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. 4, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരുവനായിരിക്കണം. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. റോമലേഖനം 5:3 മുതൽ നമ്മൾ വായിക്കണം. അതിന് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിയുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 5-ാം വാക്യം, പ്രത്യാശയോ ഭംഗം വരികയില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മൾക്ക് നൽകപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നമ്മൾ കഷ്ടതയിൽ പ്രശംസിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ കഷ്ടതയ്ക്കകത്ത് ദൈവം നമ്മുടെ സ്വഭാവത്തെ വർദ്ധിപ്പിക്കും. എന്താണ് അവിടെ പറഞ്ഞത്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അതുകൊണ്ട് പ്രത്യാശ വർദ്ധിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിലാണ്. സ്വഭാവമുള്ളവൻ, ദിവ്യ സ്വഭാവമുള്ളവന്റെ അകത്ത് അവനൊരു സത്യം തിരിച്ചറിയാം. ഹല്ലേലൂയ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഓരോ കഷ്ടതയുടെയും ആമേൻ തീച്ചൂളയുടെയും അന്ത്യത്തിൽ എനിക്ക് ദൈവം ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്. എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു വാഗ്ദത്തത്തെ ദൈവം വെളിപ്പെടുത്തുവാനിരിക്കുന്നു. അതുകൊണ്ടാ ഈ കാറ്റും കോളും തിരമാലകളും പ്രതിസന്ധികളും എനിക്കെതിരെ ഉയരുന്നത്. ദൈവസന്നദ്ധിയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. സ്തോത്രം. സോ കൃപാവരങ്ങൾ ഇന്നുണ്ട്, നാളെ ഇല്ലാത്തവരായിത്തീരും. പക്ഷേ ദിവ്യ സ്വഭാവമുള്ളവൻ അവൻ ദീർഘായുസ്സുകൊണ്ട് അവൻ്റെ നന്മ അധികം ദൈവം വർദ്ധിപ്പിക്കും.
അവൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ അവൻ വ്യവഹാരം ചെയ്യുവാൻ അവനെ ദൈവം അഭ്യസിപ്പിക്കും. എന്തുകൊണ്ടാണ്? അവൻ ദിവ്യ സ്വഭാവമുള്ളവൻ. സ്വഭാവം ഇല്ലാത്തവന് ദൈവം അധികം കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ച നാലാമത്തെ വിഷയത്തിൻ്റെ തുടർന്ന് നാലാമത്തെ വിഷയം എന്തുവായിരുന്നു? സെൽഫ് ഡിസിപ്ലിൻ ലൈഫ്. സോ ഫിഫ്ത്ത്, സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് ഇല്ലാത്തവന് ദൈവത്തിന് അധികം കൊടുക്കാൻ പറ്റത്തില്ല. സോ സെൽഫ് ഡിസിപ്ലിൻ ക്യാരക്ടർ, സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് ഉള്ളവൻ്റെ കയ്യിൽ ദൈവം ചിലതൊക്കെ വ്യവഹാരം ചെയ്യാൻ തരും. ചിലവർക്ക് 5, ചിലവർക്ക് 2, ചിലവർക്ക് 1 താലന്തുകൾ ദൈവം കൊടുക്കും. സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് ഉള്ളവന് ദൈവിക സ്വഭാവം നമ്മളിൽ വർദ്ധിക്കേണ്ടതിന് അവൻ നമ്മളിലേക്ക് ഇത് തരുമ്പോൾ ഇത് വ്യവഹാരം ചെയ്യുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, യു നീഡ് ടു ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ ട്രേഡ് ഓഫ് ദി ഗിഫ്റ്റ്സ്. ദൈവം തന്നിരിക്കുന്നതിനെ വ്യവഹാരം ചെയ്യാൻ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് എന്താ വേണം? ഇന്റഗ്രിറ്റി വേണം. ഇതിന്റെ നടുവിൽ നമുക്ക് എന്താ വേണം? വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തർ. സ്തോത്രം. അതുകൊണ്ട് ദിവ്യ സ്വഭാവമുള്ളവൻ വിശ്വസ്തനാണ്. ദിവ്യ ക്യാരക്ടർ, ദിവ്യ കൃപാവരങ്ങളൊക്കെ തരുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. വി ഹാവ് ടു ബി. നമുക്ക് ആരെയും പ്രശംസിക്കാനോ ആരെയും അവരെ ഒന്ന് പൊക്കി പറയുവാനോ ഒരു കൃപാവരം നമുക്ക് ദൈവം തന്നത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാനല്ല ദൈവം നമുക്ക് തന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ. സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ദിവ്യ സ്വഭാവമുള്ളവൻ ദൈവത്തിന് വേണ്ടി അധികം ത്യാഗം സഹിക്കുന്ന ഒരു സ്വഭാവം. ടു സാക്രിഫൈസ് മോർ. സ്തോത്രം. സാക്രിഫൈസ് എവിടെ വരുന്നത്? സത്യസന്ധത ഉള്ളവന് മാത്രമേ സാക്രിഫൈസ് ഉള്ളൂ. ഇല്ലാത്തവന് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയിൽ നമ്മൾ യോഗ്യമാമണ്ണം നടക്കുന്നവരെ കുറിച്ചാണ് ശ്രദ്ധിച്ചത്. ഈ പ്രഭാതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് യോഗ്യമാമണ്ണം ഉള്ളവന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്ന ദിവ്യ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ആമേൻ. ഈ ഗുണങ്ങൾ അവനിൽ വെളിപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു. എന്താണ്? അവൻ കൂറുള്ളവനായിരിക്കണം. അവൻ ദൈവിക രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്നവനാണ്. സ്തോത്രം. അവൻ പതറത്തില്ല. അവൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഹല്ലേലൂയ. അവനൊരു സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് അവൻ നയിക്കപ്പെടുവാൻ, അവനെ നയിക്കുവാൻ അവൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവിടെ നിന്ന് ദൈവം അവനിൽ സെൽഫ് ഡിസിപ്ലിൻ ലൈഫ് ഉള്ളവനിലേക്ക് ദൈവം അധികം കൃപ തരും. അത് വ്യവഹാരം ചെയ്യുവാൻ. എങ്ങനെ വ്യവഹാരം ചെയ്യുവാൻ? ഹല്ലേലൂയ. അത് സത്യസന്ധതയോടെ വ്യവഹാരം ചെയ്യാൻ, വിത്ത് ഇന്റഗ്രിറ്റി. അങ്ങനെ ചെയ്യുന്നവനെ എന്തുള്ളൂ? ഹി വിൽ ഹാവ് ടു സാക്രിഫൈസ്. ഹി വിൽ ഹാവ് ടു സാക്രിഫൈസ്. ത്യാഗം സഹിക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും. എന്തുകൊണ്ടാ? അവൻ ഇന്റഗ്രിറ്റി ഉള്ളവനാണ്. അവൻ ലോകത്തിലുള്ളവനും അവൻ്റെ ബോസിനെ പ്രശംസിക്കാൻ, അവൻ്റെ ബോസിനെ സന്തോഷിപ്പിക്കാൻ, ജീവിതങ്ങൾ സന്തോഷിപ്പിക്കാൻ, ഉന്നതന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവൻ ക്രിസ്തുവിൽ പ്രാപിച്ച വ്യക്തിത്വത്തെ അവൻ ത്യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറാകത്തില്ല. അവൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനായി തീരും. ഹി വിൽ ഹോൾഡ് ട്രൂ ടു ഹിസ് പ്രിൻസിപ്പൽസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ സർവായുധവർഗം ധരിക്കണം. ഒരു ക്യാരക്ടർ, ക്രിസ്തുവിലുള്ള ഒരു ഡിവൈൻ ക്യാരക്ടർ നമ്മൾ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഓരോരുത്തരുടെ ഫലം, ഓരോരുത്തരിലുള്ള ദൈവിക വാഗ്ദത്തം, അതിനെ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. അതിൽ മറഞ്ഞിരിക്കുന്നതിനെ അങ്ങ് വെളിപ്പെടുത്തുന്ന ദൈവം. കാലങ്ങളും സമയങ്ങളും അതിനെ വെളിപ്പെടുത്തും. അതേ, ഓരോ വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ ഞങ്ങൾ തിരിച്ചറിയുന്നല്ലോ. കർത്താവെ, ക്രിസ്തുവിലുള്ള നല്ല സ്വഭാവം, ആമേൻ, ദൈവസന്നിധിയിൽ യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ കർത്താവെ, ക്രിസ്തുവിലുള്ള നല്ല സ്വഭാവം ഞങ്ങളിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം.
അവൻ കഷ്ടതയിൽ കൂടെ കടക്കുമ്പോഴും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും അതേ ഞങ്ങളെ ശ്രേഷ്ഠമാക്കി തീർക്കുന്ന ദൈവം. കഷ്ടത സഹിഷ്ണുത സിദ്ധതയെ പ്രത്യാശ ഉളവാക്കുന്നു. അതെ, കഷ്ടതയിൽ കൂടെ കടക്കുമ്പോഴും ഹല്ലേലൂയ ഞങ്ങൾ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാ? ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ആമേൻ സാന്നിധ്യം, ക്രിസ്തുവിലുള്ള നന്മ, ക്രിസ്തുവിലുള്ള സത്യസന്ധത ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുവാൻ ത്യാഗവും കഷ്ടവും സഹിച്ച് കർത്താവിന് വേണ്ടി അന്ത്യം വരെയും വിശ്വസ്തരായി നിലനിൽപ്പാൻ, ജീവകിരീടം പ്രാപിക്കുവോളം ഈ ദിവ്യ സ്വഭാവമുള്ളവനായി നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെല്ലാം മറയ്ക്കുന്നതിനാൽ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവിക വാഗ്ദത്തങ്ങളെ തുറന്നു നിന്ന് അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഈ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നദ്ധിയിൽ യോഗ്യമാവണ്ണം നടക്കുന്ന ഒരു വ്യക്തിക്ക് ദിവ്യ സ്വഭാവമുള്ളവനായിരിക്കണം. ആ ദിവ്യ സ്വഭാവത്തിൽ നിലനിന്നാൽ അവൻ അന്ത്യം വരെയും കർത്താവിൽ ശ്രേഷ്ഠത പ്രാപിക്കും. അവനെ വാലല്ല, ദൈവം തലയാക്കും. ദൈവം അവനിൽ മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ ദൈവം തുറന്നു കൊടുക്കും. ഈ വരും ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ, പ്രാപിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ. Be blessed in Jesus' name. Amen.